തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കണ്ട ജനാധിപത്യ ബോധമുള്ള ഏതൊരാളുടെയും ഉള്ളിൽ ഉണർന്ന ചോദ്യമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തിനു മാപ്പ് പറയണമെന്ന്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളെ പൊളിച്ചെടുക്കാൻ വന്നിട്ട് സ്വയം പൊട്ടിപ്പൊളിയുന്ന അത്രയും ദയനീയവും ദുഃഖകരവുമായ കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് വാർത്താ സമ്മേളനത്തിടെ കേട്ടാൽ കൊച്ചുകുട്ടികൾ വരെ തലതെല്ലിച്ചിരിക്കുന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മൂന്നാമതൊരു വഴിയില്ലെന്നും 7 ദിവസത്തിനകം സത്യവാങ്മൂലം ലഭിച്ചില്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണക്കാക്കപ്പെടുമെന്നാണ് കമ്മീഷന്റെ വാദം. ഇക്കഴിഞ്ഞ കാലം അത്രയും വലിയ വായിൽ മണ്ടത്തരങ്ങൾ പറയുന്നത് മണ്ടത്തരമാണെന്ന ബോധം പോലുമില്ലാതെ അത് ആവർത്തിക്കുന്ന അപ്രസക്തനായ ഒരാളെന്ന പ്രതീതിയുടെ ഇരയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ. എന്നാൽ ഏറെ ഗവേഷണം നടത്തി തേച്ചുമിനുക്കി ചെത്തിക്കുറിപ്പിച്ചെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ആഞ്ഞടിച്ച് പെരുന്നുണങ്ങൾ കൊണ്ട് NDA പടുത്തുയർത്തിയ കോട്ടയുടെ ആണിക്കല്ല് ആ മനുഷ്യനിളക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിന് ബോധിക്കുന്ന മറുപടികൾക്കായി ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോഴും കോമാളി കളിച്ച് നടക്കുകയാണ്. ഒന്നുകിൽ സത്യവാങ്മൂലം നൽകുക അല്ലെങ്കിൽ മാപ്പ് പറയുക എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ ഭീഷണി തള്ളിക്കളഞ്ഞ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനും കമ്മീഷനുമെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. താൻ ഉന്നയിച്ച ഒരു കാര്യത്തിനും വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടിമാറ്റിയതെന്ന് രാഹുൽ തുറന്നടിച്ചു. കമ്മീഷൻ കുറ്റകൃത്യം ചെയ്താൽ ഒരു കോടതിക്ക് പിടികൂടാനാകാത്ത തരത്തിൽ രാജ്യത്തെ നിയമം BJP മാറ്റിയെന്നും രാഹുൽ പറഞ്ഞു. കേരള കേഡറിലെ IAS കാരനാണ് ജ്ഞാനേഷ് കുമാർ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. NDAയുടെ വിശ്വസ്തനാവുമ്പോൾ വേറെന്ത് ചെയ്യാൻ? ഇതിലും ഭേദം രാജിവെച്ച് BJP വക്താവാകുന്നതാണ് നല്ലത്. എങ്കിൽ കുറച്ചുകൂടെ സത്യസന്ധമായി നമുക്ക് തോന്നിയേനെ. രാഹുലിന്റെ ആരോപണങ്ങൾ കൃത്യമായിരുന്നു. ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുരയിൽ ഒരു ഇടുങ്ങിയ വീട്ടിൽ 100ഓളം വീട്ടുകൾ എങ്ങനെ വന്നു? ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിച്ചതായി കാണിച്ച് എന്തിന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി? CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ നശിപ്പിച്ചതെന്തിന്? ഡിജിറ്റൽ വോട്ടേഴ്സ് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് ലഭിക്കുന്നില്ല? പ്രതിപക്ഷ നേതാക്കളെ എന്തിനിങ്ങനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു? കമ്മീഷൻ NDAയുടെ വക്താവായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനാണ് വാർത്താ സമ്മേളനത്തിലുടനീളം കമ്മീഷൻ ശ്രമിച്ചതെങ്കിലും അതൊരു നനഞ്ഞ പടക്കമായിരുന്നു. സ്വന്തമായി വീടില്ലാത്തവരുടെ വീട്ടു നമ്പറാണത്രേ 0. അടിപൊളി. ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിള്ളച്ചൻ കള്ളം പറയുകയാണെന്ന് പാവം ജനത തെറ്റിദ്ധരിച്ചേനെ. അടുത്തത്, കമ്മീഷന് ഒരു പക്ഷവുമില്ല. അത് വളരെ ശരിയാണ്. കമ്മീഷൻ നിഷ്പക്ഷമായി ഒരൊറ്റ പാർട്ടിക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നതെന്ന് കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലായി കഴിഞ്ഞു. കമ്മീഷൻ ആരെയും ഭയമില്ല. വളരെ നല്ലത്. വെടിയുണ്ട പാഞ്ഞു വന്നാലും പതറില്ല എന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതല്ല, പതറേണ്ട ആവശ്യമില്ല എന്നും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അടുത്ത മറുപടിയാണ് രസകരം. വോട്ടുകളുടെ ആരോപണം ഭരണഘടനയ്ക്ക് അപമാനമാണത്രേ. കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം തോന്നും. ഭരണഘടനയുടെ കടക്കൽ കോടാലി കൊണ്ടുവച്ചിട്ടാണ് ന്യായീകരിക്കുന്നത്. മറ്റൊരു തമാശ വോട്ടർമാരുടെ സ്വകാര്യതയെ ലംഘിച്ചു എന്ന മറുപടിയാണ്. ശരിയാണ്, തങ്ങളുടെയൊക്കെ അച്ഛൻ്റെ പേര് GHR-ഉം IW ഒക്കെയാണെന്ന് ഇപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. രാജ്യത്തിന് തീർത്തും അപമാനകരമായ ഒരു കാര്യമാണല്ലോ അത്. വോട്ടർ പട്ടിക ക്രമക്കേടിനും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഇനി ഒരു സാധാരണ പൗരന്റെ സംശയത്തിലൂടെ നമുക്ക് കണ്ണോടിക്കാം. ഇലക്ഷൻ കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ BJP നേതാക്കളും അനുഭാവികളുമാണല്ലോ മറുപടി പറയാൻ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമല്ലേ? അല്ലാതെ NDA ഘടകകക്ഷി വല്ലതുമാണോ? ഡിജിറ്റൽ ഇന്ത്യയിൽ ഡിജിറ്റൽ ഡേറ്റ രാഹുൽ ആവശ്യപ്പെടുമ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വെച്ച BJP രാഹുലിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതറിയാൻ BJPക്കും താല്പര്യം ഉണ്ടാകേണ്ടതല്ലേ? അതോ ഈ കള്ളവോട്ടുകളൊക്കെ BJPക്ക് അനുകൂലമായി വന്നതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അടി കിട്ടുന്നത് ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും കരയുന്നത് BJP ആണല്ലോ എന്നത് സ്വാഭാവികമായ മറ്റൊരു സംശയമാണ്. മോഡിഫൈഡ് ഭാരതത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട്ടു നമ്പർ 0 വോട്ടർ പട്ടിക രേഖപ്പെടുത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരം കോടിക്കണക്കിന് ആളുകൾക്ക് വീടില്ല എന്നാണ്. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റിലേക്ക് ഒരു സെൽഫ് കോൾ അടിച്ച പോലെയായിപ്പോയി ഇത് കേട്ട് ഭാരതീയരെ അപമാനിച്ചുവെന്ന് ആരും പറഞ്ഞു കേട്ടില്ല. അധികാരത്തിലേറി 11 വർഷത്തിലേറെയായിട്ടും കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും താമസിക്കാൻ വാടക വീട് പോലും ഇല്ലാതെ തെരുവിലാണോ ഇവരൊക്കെ കിടക്കുന്നത്? ഈ ആളുകൾ നമ്പറില്ലാത്ത ചേരികളിലെയും റെയിൽവേ ട്രാക്കുകളുടെ ഓരത്തെ വീടുകളിലുമാണ് ഇപ്പോൾ കിടക്കുന്നതെങ്കിൽ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിട്ട് പോരെ വികസന വാചകമടികൾ? പ്രതിമകളും ക്ഷേത്രങ്ങളും പണിയുന്നതിനു മുമ്പ് ഇതൊക്കെയല്ലേ ചെയ്തു തീർക്കേണ്ടത്? വരും ദിവസങ്ങളിൽ രാഹുലിന്റെ ആരോപണത്തിന് മറുപടിയായി പുതിയ എന്തൊക്കെ കോമാളി കഥകളുമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.